കത്ത് തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ യാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. യാങ് ധൃതിയിൽ അവളുടെ ഓഫീസിലേക്ക് വരുന്നു. ആ ഒരു സമയം അവളുടെ കയ്യിൽ കോഫി ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുകയായിരുന്ന അവളുടെ ഈ ഒരു കമ്പനി സിഇഒയുടെ PA അവളുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി കുടിക്കുന്നതും അടുത്ത നിമിഷം ബോധം കെട്ട് വീഴുന്നു. പെട്ടെന്ന് എല്ലാവരും ഓടിക്കൂടുന്നുണ്ട്. നീ എന്താ പുള്ളിക്കാരിക്ക് വല്ല വിഷം കലക്കി കൊടുത്തോന്നല്ല എല്ലാവരും യാങ്ങിനോട് ചോദിച്ചോണ്ട് നിൽക്കുമ്പോൾ അറിയത്തില്ല, ഞാൻ കുടിക്കാനായിട്ട് മേടിച്ചോണ്ട് വന്ന കോഫി എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കുടിച്ച് ഇങ്ങനെ വീണതാണെന്ന് യാങ് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ CEO സു അവിടേക്ക് വരുന്നത്. നീ എന്താ എന്റെ PA ചെയ്തതെന്ന് ചോദിക്കുന്ന സു, എന്തായാലും വേഗം തന്നെ ഇതിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. പിന്നെ എനിക്കിപ്പോ ഒരു PA ഇല്ലാതെ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, നീ ആ PA ആയിട്ട് എന്റെ കൂടെ വരണമെന്ന് സു യാങ്ങിനോട് പറയുമ്പോൾ അവൾ ഈ ഒരു കമ്പനിയിൽ സാധാ ക്ലർക്കായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് PA എന്ന വലിയ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ അവൾ വളരെ ഹാപ്പി ആവുന്നുണ്ട്. ആ സന്തോഷം അവൾ പ്രകടിപ്പിക്കുമ്പോൾ അവളുടെ കൊളീഗ്, അതെ നീ കൂടുതൽ സന്തോഷിക്കേണ്ട, ക്ലർക്ക് ആകുമ്പോൾ വൈകിട്ട് 5 മണിയാകുമ്പോൾ കറക്റ്റ് ഓഫീസിൽ നിന്ന് പോവാം. പക്ഷെ ഈ സിഇഒയുടെ PA ആയിട്ട് വല്ലതും കിട്ടിയുണ്ടല്ലോ 8ന്റെ പണി അതെന്നും പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് അവൾ അത് മനസ്സിലാക്കുന്നത്. കാരണം ഒരു ചെറിയ തെറ്റ് പോലും ഈ PA ഈ പ്രസിഡന്റ് ഈ CEO ടോളറേറ്റ് ചെയ്യില്ല. ഇപ്പൊ മയങ്ങി വീണ് PA പരിശോധിക്കുന്ന സമയം പുള്ളിക്കാരി ഉറക്കക്ഷീണം കാരണം നല്ല ഉറങ്ങിപ്പോയതാണ് എന്നാണ് മനസ്സിലാവുന്നത്. നിപ്പി അത്രയും ഇങ്ങനെ ഉറങ്ങി വീഴണമെങ്കിൽ എത്രത്തോളം ടയേർഡാണ്, എത്രത്തോളം പണിയെടുപ്പിക്കുന്നുണ്ട് എന്നത് ആദ്യം തന്നെ മനസ്സിലാക്കാം. ആ ഒരു ചെറിയ മിസ്റ്റേക്കിനാണ് ഉടനെ തന്നെ അവരെ PA സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. കൂടാതെ ഇവർക്ക് ഇത്രയും ക്ഷീണം വരാൻ കാരണം തന്നെ രാത്രി ലേറ്റ് ആയിട്ടാണ് ഓഫീസിലെ എല്ലാ വർക്കും കഴിഞ്ഞ് PAക്ക് പോകാൻ കഴിയുന്നത്. രാവിലെ 6 മണിയാകുമ്പോഴേ ഓഫീസിൽ എത്തിയാൽ വേണം. മറ്റ് സ്റ്റാഫ്സ് 10 മണിക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ CEO രാവിലെ 6 മണിക്ക് വരും, ലേറ്റ് ആയിട്ട് തിരിച്ചു പോകും. അതുവരെ PAയും ഇവിടെ തന്നെ വേണമെന്നല്ല കൊളീഗ് പറയുമ്പോഴാണ് അതിന്റെ അപകടം ഇപ്പോ യാങ്ങിന് മനസ്സിലാവുന്നത്. അവൾ ആകെപ്പാടെ ഷോക്കാവുന്നു. എന്തായാലും അവൾ PA ആയിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്തതിന്റെ ഭാഗമായി ഒരു പ്രസന്റേഷൻ പെൻഡ്രൈവിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായി സു പറഞ്ഞിരുന്നു. അത് അവൾ സെറ്റ് ചെയ്യാനായി വെറും 27 സെക്കൻഡുകളാണ് അവൻ അവൾക്ക് നൽകിയത്. ആ ഒരു ടൈമിനുള്ളിൽ എങ്ങനെ ഇത് ചെയ്യുന്ന ഒരു പിടുത്തില്ലല്ലോ. ഒരുവിധം അത് ചെയ്ത് കൊണ്ട് കൊടുക്കുമ്പോൾ പ്രസന്റേഷൻ ഒന്നും തന്നെ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് പ്രസന്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുവിന് മനസ്സിലാവുന്നത്. അവൻ അവളോട് ഷൗട്ട് ചെയ്യുന്നു, നീ കാരണം എന്റെ ലൈഫിലെ പ്രധാനപ്പെട്ട 27 സെക്കൻഡുകളാ പോയത്, സമയത്തിന്റെ വില അറിയാത്ത പന്നീന്നല്ല അവനിങ്ങനെ അവളെ ഷൗട്ട് ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് അവൾ മിണ്ടാതെ ഇരിക്കുകയാണ്. എന്റെ അച്ഛൻ അതിസമ്പന്നനായിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ ചില്ലി കാശെടുക്കാതെ സ്വന്തമായ ഒരു ബിസിനസ് കെട്ടിപ്പടുത്തോണ്ടിരിക്കുകയാണ്. അത്ര ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ സമയത്തിന് വിലയുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. സു ഇങ്ങനെ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് സമയം 6:30 ആയി എന്ന അലാം സുവിന്റെ വാച്ചിൽ അടിക്കുന്നത്. വേഗം തന്നെ ടെൻഷനായി വാഷ്റൂമിലേക്ക് ഓടിപ്പോകുന്നു. എന്താ ഇയാൾ നിന്നിപ്പോ ഇങ്ങനെ ഓടിപ്പോകുന്നെന്ന് അത് കണ്ട് യാങ്ങും വിചാരിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചു കഴിഞ്ഞ് തന്നെ സു വഴക്ക് പറഞ്ഞ ദേഷ്യം തീരാതെ ബാത്റൂമിലേക്ക് ചെന്ന് സുവിനെ കണ്ണാടി നോക്കി 2 പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് യാങ്. ആ സമയത്താണ് ബാത്റൂമിൽ ഒരു ക്യാബിനിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. അത് എന്താണെന്ന് അറിയാനായി അവൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറച്ച് ഡ്രസ്സ് ഉണ്ട്. അത് മുന്നേ സു ഇട്ടിരുന്ന അതേ ഡ്രസ്സാണെന്ന് മനസ്സിലാക്കുന്ന അവൾ ഡ്രസ്സ് ഊരിട്ടിട്ട് CEO ഇത് എവിടെ പോയിന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു കുഞ്ഞു പന്നിക്കുട്ടി അവൾ കാണുന്നത്. ഇത് വളരെ ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് അവൾ അതിനെ എടുത്തുകൊണ്ട് പോകുന്നു. നേരെ അവളുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോ ഇന്ന് കറി വെക്കാൻ കൊണ്ടുവന്നാണോ എന്ന് ഫ്രണ്ട് ചോദിക്കുന്ന ടീം, അല്ലല്ല എനിക്കിതിനെ വളർത്തണം, നല്ല ക്യൂട്ടായിട്ടില്ലേ എന്ന് പറഞ്ഞ് അവൾ അതിനെ കുളിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പന്നി ഒരു വല്ലാത്ത ഭാവത്തിൽ ഇരിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും നമ്മുടെ നാട്ടിലെ പന്നിക്കുട്ടിയൊക്കെ ഇങ്ങനെ പെറ്റായി വളർത്താറില്ല എന്ന് തോന്നുന്നു. പക്ഷെ അവരുടെ നാട്ടിൽ അതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അതിനെ തന്റെ പെറ്റായി വളർത്താൻ പ്ലാൻ ചെയ്ത യാങ് അതിനെ കൂടെ കിടത്തിയാണ് ഉറക്കുന്നത് പോലും. അന്ന് രാത്രി അവൾ അങ്ങനെ ആ പന്നിക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം നേരം വെളുക്കുമ്പോ പന്നിക്കുട്ടിയെ തടവുന്ന അവൾക്ക് ഇത് പന്നിക്കുട്ടി അല്ലല്ലോ, ഇത് വേറെ എന്തോ പോലെ ഉണ്ടല്ലോ എന്ന് നോക്കുമ്പോഴാണ് ഒരു പയ്യന്റെ ചെസ്റ്റിലാണ് താൻ തൊട്ടോണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത്. വേഗം തന്നെ അവൾ ഞെട്ടിപ്പടഞ്ഞ് എണ്ണീറ്റ് കണ്ണും തിരുമ്പി നോക്കുമ്പോഴാണ് ആ പയ്യൻ മറ്റാരുമല്ല അവളുടെ CEO ആയ സു ആണെന്നത് മനസ്സിലാവുന്നത്. അവള് പെട്ടെന്ന് നിലവിളിക്കുമ്പോഴേക്കും അത് കേട്ട് ഞെട്ടിപ്പോകുന്ന സു അവളുടെ വാ പൊത്തിപ്പിടിച്ച് ബഹളം വെക്കില്ലേ, ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനായി നോക്കുന്നു. ആ സമയത്താണ് നമ്മൾ കാണുന്നത് സുവിന് പന്നിക്കുട്ടിയായി മാറുന്ന ഒരു ശാപമുണ്ട്. അതും 6:30 നേരം വെളുക്കുമ്പോഴാണ് പിന്നീട് അവൻ മനുഷ്യരൂപത്തിലേക്ക് തിരികെ വരിക. ഇന്നലെ ആ ഒരു സമയമായപ്പോഴാണ് അവൻ ബാത്റൂമിലേക്ക് കയറിപ്പോയതും അവിടെ വെച്ച് പന്നിക്കുട്ടിയായി മാറിയതും ഇവളിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും. ഇവളിങ്ങനെ കുളിപ്പിക്കുമ്പോഴൊക്കെ തന്നെ പന്നിക്കുട്ടിയുടെ രൂപമുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൻ സു തന്നെയാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട അപ്പോ ഇരുന്നതും ഒപ്പം ബാത്റൂമിൽ ഇവൻ ഉള്ള സമയം ഇവളിവനെ കാണരുതെന്ന് അവൻ പ്രാർത്ഥിച്ചതും പക്ഷെ കണ്ടതും ഒപ്പം ഫ്രണ്ടിന്റെ അടുത്ത് പന്നിക്കുട്ടിയെ കാണിച്ചപ്പോ കറി വെക്കാമെന്ന് പറഞ്ഞ ഫ്രണ്ടിനോട് വേണ്ട എനിക്ക് വളർത്താനാണെന്ന് പറഞ്ഞ അവള് തർക്കിച്ചപ്പോ നിനക്ക് ഈ പന്നിയുടെ അത്രയും വിവരം പോലും ഇല്ലല്ലോ എന്ന് ഫ്രണ്ട് അവളെ കളിയാക്കിയപ്പോ പന്നിക്ക് വിവരമില്ലെന്ന് ആരാ പറഞ്ഞെന്ന് ചോദിച്ച് അവളിങ്ങനെ വഴക്കുണ്ടാക്കിയതും ഒക്കെ ആലോചിച്ച് നോക്കുന്ന സൂവിനെയാണ് നമ്മളിപ്പോ കാണുന്നത്. അതേസമയം ഇവള് അലറിയ സൗണ്ട് ഫ്രണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റിയെന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോ ഒന്നുമില്ലാന്ന് പറഞ്ഞ് അവൾ സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നു. എന്റെ പന്നിക്കുട്ടി എന്ത് ചെയ്യുന്ന അവൾ സൂവിനോട് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, പിന്നെ ആവട്ടെ ഇപ്പൊ എനിക്ക് ഇവിടുന്ന് പോകണം, ഇടാനായിട്ട് ഒരു ഡ്രസ്സ് താന്ന്. അവന്റെ ഡ്രസ്സൊക്കെ ആ ബാത്റൂമിൽ കിടക്കല്ലോ ഓഫീസിൽ. അതുകൊണ്ട് തന്നെ അവൻ അവളോട് ഡ്രസ്സ് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ
അച്ഛന്റെ ഒരു ഡ്രസ്സ് അവൾ സൂക്ഷിച്ചു വെച്ചിട്ട് ഇപ്പൊ അവൻ എടുത്തു കൊടുക്കുന്നതിയും അയ്യേ ഈ പഴയ മോഡലിലെ ഡ്രസ്സൊന്നും എനിക്ക് വേണ്ടാന്ന് അവൻ പറയുമ്പോൾ ദേഷ്യം വരുന്നവൾ എന്നതാ ഇതിട്ടോ നല്ല ഫാഷനാണെന്ന് പറഞ്ഞ് അവളുടെ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുമ്പോ അയ്യോ വേണ്ടേ മറ്റേത് തന്നെ മതി എന്നും പറഞ്ഞ് അവൻ അത് എടുത്തിടുന്നു. അങ്ങനെ എന്തായാലും പിന്നീട് ഫ്രണ്ടിന്റെ കണ്ണിലൊക്കെ പെടാതെ ഒരുവിധം ഇവിടെ നിന്ന് സൂവിനെ പുറത്തിറക്കാനും പിന്നീട് ഓഫീസിലേക്ക് പോവാനും യാങ്ങിന് കഴിയുന്നു. അങ്ങനെ ഓഫീസിലുള്ള ടീം അവളിപ്പോ പി ആയി ജോലി ചെയ്യാണല്ലോ, അവൾ ആരെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണോ പി ആയിരിക്കുന്നത് ആ സ്റ്റാഫ് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ അവരുടെ ചില ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട്. കാരണം ഇവിടുത്തെ ജോലി നഷ്ടപ്പെട്ടിപ്പം മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് വേണം, അവർക്കാണ് ഇവിടുത്തെ ജോലി പോയത് അത്രയും കാര്യം എന്നുള്ള രീതിയിലുമാണ് പോകുന്നത്. അങ്ങനെ ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായി യാങ് ചെല്ലുമ്പോൾ തന്റെ പഴയ സ്റ്റാഫിനോട് യാങ് മിണ്ടാൻ പോകുന്നത് സൂവിന് ഇഷ്ടപ്പെടുന്നില്ല. അവൻ വേഗം അവളെ തടഞ്ഞ് ഈ പഴയ സ്റ്റാഫിനോടൊക്കെ നീ എന്തിനാ മിണ്ടുന്നത്, അവർ വേറെ കമ്പനിയിലേക്കാണ് പോകുന്നത്, അപ്പോൾ നമ്മുടെ കമ്പനി ഒന്നാമത് ഇപ്പം നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുക, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ ഇനി പറഞ്ഞു കൊടുത്ത് അവരത് വേറെ സ്ഥലത്ത് എന്ന് പറഞ്ഞ് എന്തിനാണെന്നല്ല ഇവൻ ഇനി പന്നിക്കുട്ടിയായി മാറിയ കാര്യം അവൾ ആരുടെയും പറയുമോ എന്ന പേടിയിൽ അവൻ വെറുതെ അവളോട് ഷൗട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ തന്നെ ഇന്ന് ഇവളെ കണി കണ്ടതുകൊണ്ട് അവന്റെ ദിവസം വേസ്റ്റ് ആണ് മോശമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. എന്താ ഈ പറയുന്നത്, എന്റെ വീട്ടിലോട്ട് വന്ന് എന്റെ റൂമിൽ കിടന്ന് എന്റെ കട്ടിലേക്ക് കിടന്ന് എന്നെ കണ്ടിട്ട് എന്നെ കുറ്റം പറയുന്നോ, നിങ്ങളോട് ഞാൻ എന്റെ റൂമിൽ വരാൻ പറഞ്ഞു എന്ന് ചോദിച്ച് അവള് തിരിച്ച് അവനോട് ദേഷ്യപ്പെടുന്ന ആ ഒരു സമയം തന്നെ കറക്റ്റ് 6:30 അലാം അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൻ ഓടി രക്ഷപ്പെടാൻ സാധിക്കും മുന്നേ യാങ്ങിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നമ്മുടെ സൂ പന്നിക്കുട്ടിയായി മാറുമ്പോഴാണ് അവൾക്ക് ഇന്നലെ ബെഡില് തന്റെ കൂടെ എങ്ങനെയാണ് സൂ വന്നതെന്ന കാര്യം മനസ്സിലാവുന്നത്. എന്തായാലും അമ്പരപ്പൊന്നും ഇല്ലാതെ അവൾ വളരെ ആഹ്ലാദത്തിൽ ആ പന്നിക്കുട്ടിയെ എടുത്ത് ക്യൂട്ടായി കൊഞ്ചിക്കുന്നു. കൂട്ടത്തിൽ തന്നെ ഈ ഒരു രഹസ്യം ഞാൻ ആരോടും പറയണ്ടെങ്കിൽ എന്നെ ഓഫീസിൽ വെച്ച് വഴക്ക് പറയാനേ പാടില്ല, ഇപ്പോ തോന്നുന്നപടി വായി വരുന്ന ഒക്കെ എന്നെ പറയുന്നുണ്ടല്ലോ അതൊക്കെ കൈ വെച്ചാൽ മതി, ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ പറ്റത്തില്ല എന്നുള്ള രീതി അവൻ തലയാട്ടുന്നുണ്ട്. പന്നിക്കുട്ടി ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ ആ തലയാട്ടിൽ കാണുന്നവൾ ഓക്കെ ആണെന്ന് കരുതി അവനെ അന്നും വീട്ടിലേക്ക് എടുത്തോണ്ട് പോന്നു. അങ്ങനെ അന്ന് താമസ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് യാങ് അവളുടെ കൊളീഗിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊളീഗ് ഒരു ഐഡിയ പറയുന്നു. ഒരു ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ ഇവരിങ്ങനെ ഫയർ വർക്ക്സ് ഒക്കെ ഉപയോഗിക്കില്ല, അതൊക്കെ നല്ല പൊല്യൂഷൻ ആണ് ആവുന്നത്. അതിന് പകരം ഇവർ ജോലി ചെയ്യുന്ന കമ്പനി ലൈറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നത് കൊണ്ട് പടക്കം പോലെ ഇല്ലെങ്കിൽ പടക്കത്തിനെ റീപ്ലേസ് ചെയ്യുന്ന കണക്ക് കത്തിച്ച പുകയൊന്നും വരാത്ത വർണ്ണശബളമായ ലൈറ്റുകൾ എന്തുകൊണ്ട് കമ്പനി തയ്യാറാക്കുന്നതിനെ പറ്റി ഒരു ഐഡിയ ആയി ആലോചിച്ചുകൂടാന്ന്. അത് കേൾക്കുന്ന യാങ് അത് നല്ല ഐഡിയ ആണെന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ അവിടെ പന്നിക്കുട്ടിയായിട്ടുള്ള സൂവും കേൾക്കുന്നുണ്ട്. അടുത്ത ദിവസം ഓഫീസിലേക്ക് ചെല്ലുന്ന സൂ ആകട്ടെ അവരുടെ പുതിയ പ്രോഡക്റ്റിന്റെ പ്രസന്റേഷനായി ഈ ഒരു ഐഡിയ പറയുന്നു. ഇത് കേൾക്കുന്ന യാങ്ങിന് ഇത് തന്റെ ഫ്രണ്ടിന്റെ ഐഡിയ അല്ലേ, ആ ഐഡിയ പന്നിക്കുട്ടിയായി കേട്ട് സൂ അതിപ്പോ അവന്റെ ഐഡിയ ആക്കി പ്രസന്റ് ചെയ്യാണെന്ന് ദേഷ്യം വരുന്നു. പ്രസന്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അവന്റെ അടുത്ത് ചെന്ന് നാണമില്ല എന്റെ ഫ്രണ്ടിന്റെ ഐഡിയ തട്ടിയെടുക്കാനെന്നെല്ലാം അവൾ ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ ഞാൻ അവളുടെ ബോസാ, എന്ത് തന്നെയാണെങ്കിലും അവൾക്ക് എത്ര ഐഡിയ ഉണ്ടെങ്കിലും അത് ഞാൻ മുഖാന്തരമല്ലേ അവൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കൂ, അപ്പൊ പിന്നെ ഞാനിത് പ്രസന്റ് ചെയ്താ എന്താ കുഴപ്പമെന്നെല്ലാം ചോദിക്കുന്നൊന്നും യാങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവൾ അവനെ കള്ളൻ എന്നൊക്കെ ഷൗട്ട് ചെയ്ത് അവളുടെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഫ്രണ്ട് അവളോട് കണ്ടപാടെ താങ്ക്സ് പറയുന്നു. എന്ത് പറ്റിയെന്നൊന്നും മനസ്സിലാവാതെ യാങ് ചോദിക്കുമ്പോൾ നീ ഞാൻ പറഞ്ഞ ഐഡിയ നമ്മുടെ ബോസിനോട് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അത് വളരെയധികം ഇഷ്ടപ്പെട്ടു, അത് പുതിയ പ്രോഡക്റ്റ് ആക്കാമെന്ന് പറഞ്ഞത് മാത്രമല്ല എനിക്ക് ഇനിയും ഇതുപോലത്തെ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാനായി പ്രോഡക്റ്റ് മാനേജറായി എനിക്ക് പ്രൊമോഷനും തന്നൂന്നും കൂടി ഫ്രണ്ട് പറയുമ്പോഴാണ് ആ കാര്യം യാങ് അറിയുന്നത്. അവൾ ഷോ എടുത്തടിച്ച് വെറുതെ കള്ളൻ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയണ്ടായിരുന്നു എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും അങ്ങനെ ഇരിക്കെ യാങ്ങിനെ സൂവിന്റെ അമ്മ വന്ന് കാണുന്നു. യാങ് സൂവിന്റെ രഹസ്യം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന അമ്മ അവരുടെ ക്രെഡിറ്റ് കാർഡ് അവൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ എനിക്ക് കാശൊന്നും വേണ്ട, ഞാൻ ഈ രഹസ്യം ആരോടും പറയില്ല, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തോളാം, ഞാൻ ഓഫീസ് വിട്ടു പൊക്കോളാം എന്നൊക്കെ ഇങ്ങനെ അവൾ പറയുമ്പോൾ അതൊന്നും വേണ്ട, നീ എന്റെ മകന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം, അതിനുവേണ്ടിയാ ഈ കാശെന്ന് ഉടനെ അമ്മ പറയുന്നു. എന്താണെന്ന് മനസ്സിലാവാതെ അവൾ നോക്കുമ്പോൾ ഇവരുടെ കുടുംബത്തിന്റെ ആ പന്നി ശാപത്തെ പറ്റി അമ്മ പറയാണ്. അതായത് ആ ഒരു സമയം പന്നിക്കുട്ടിയായി മാറിയിട്ടുണ്ടായിരുന്ന സൂവിനെ കയ്യിൽ വെച്ച് കൊഞ്ചിച്ചാണ് അമ്മ ഫ്ലാഷ് ബാക്ക് പറയുന്നത്. സൂവിന്റെ അച്ഛൻ ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് ലാഭം കൊയ്യാനായി പന്നിയിറച്ചി ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ വളരെ കൂടിയ അളവില് അറഞ്ചം പുറഞ്ചം പന്നികളെ പിടിച്ച് വെട്ടിക്കണ്ടിച്ച് സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്ത് കച്ചവടത്തിന്റെയും എന്ത് ഭക്ഷണത്തിന്റെയും പേരിലാണെങ്കിൽ പോലും ഒരു മയം ഒക്കെ വേണമല്ലോ, അതൊന്നും ഇല്ലാതെ ഇമാതിരി പണി കാണിച്ചാണ് ഒരു കുടുംബത്തിന് തന്നെ അതിന്റെ ഇപ്പോഴത്തെ അനന്തരാവകാശിയായ സൂവിലേക്ക് തന്നെ അങ്ങനെ ഒരു ശാപം വന്നത്. അവൻ 27 വയസ്സിനുള്ളിൽ അവന്റെ ട്രൂ ലവ് ആയ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കിസ് അടിച്ചില്ലെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ പന്നിക്കുട്ടിയായി മാറും. അവൻ ഇപ്പൊ തന്നെ 27 വയസ്സിനോട് അടുക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര പേടി തന്റെ മകൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പന്നിക്കുട്ടിയായി മാറുമോ എന്ന്. കാരണം തെറ്റ് ചെയ്ത സൂവിന്റെ അച്ഛൻ ഒരു ശിക്ഷ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകനായ സൂവിന് നൊന്താലെ അദ്ദേഹത്തിന് നോവൂ എന്ന കണക്ക് ഒരു ശാപം വന്നിരിക്കുന്നത്. ഇത് കേൾക്കുന്നവൾ ആകെ ഷോക്കാവുന്നു, ഇങ്ങനെ വെറൈറ്റി ശാപങ്ങളുണ്ടോന്ന്. ആ സമയം എന്റെ മകൻ ഇത്രയും നാൾ അവന്റെ ട്രൂ ലവിനെ കണ്ടുപിടിക്കാനായി നോക്കും, പക്ഷെ അവന് ഒരു പെൺകുട്ടിയിലും അത്തരം സത്യസന്ധമായ പ്രണയം കണ്ടെത്താനായി സാധിച്ചിട്ടില്ല. അവൻ കോളേജിൽ വെച്ച് ഒരു പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ അവളോട് ഈ കാര്യം തുറന്നു പറയാൻ അവന് ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഒരു പന്നിക്കുട്ടിയായി കണ്ട് കിസ് ചെയ്യാൻ അവൾ തയ്യാറാകുമോ, അതും ചുമ്മാ കിസ് ചെയ്താൽ പോരാ, ട്രൂ ലവോട് കൂടി കിസ് ചെയ്യണം, അതിനവൾക്ക് സാധിക്കുമോ എന്നൊക്കെ അവൻ പേടിച്ചതിൽ നിന്ന് പിന്മാറിയെന്നെല്ലാം അമ്മ വെളിപ്പെടുത്തുന്നു. നീ എന്റെ മോന്റെ കൂടെ നിന്ന് അവൻ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും
രക്ഷപ്പെടുത്തണമെന്നെല്ലാം അമ്മ പറയുമ്പോൾ അതൊക്കെ യാങ് കേട്ടോണ്ടിരിക്കുന്നു. എന്തായാലും അമ്മ പോയ ശേഷം പന്നിക്കുട്ടിയായ സൂവിനെ കയ്യിൽ വെച്ച് യാങ് അവിടെ ഇരിക്കുന്ന സമയത്താണ് അവളുടെ താമസ സ്ഥലത്തേക്ക് ഒരാളെത്തുന്നത്. അത് അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ റണ്ണാണ്. റണ്ണിനെ പണ്ട് വീട്ടുകാർ തമാശയ്ക്ക് കെട്ടിച്ചു തരാമെന്നെല്ലാം യാങ്ങിനോട് പറയാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ യാങ്ങിനെ റണ്ണിന് കെട്ടിച്ചു തരാമെന്ന് പറയാറുണ്ടായിരുന്നു എന്നും പറയാം. അവളത് മനസ്സിലേക്ക് എടുത്തിട്ടേ ഇല്ലെങ്കിലും ഇതേ അന്ന് തൊട്ടേ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് റൺ. ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് അവൾ പോലും സമ്മതിക്കാതെ അവൻ സ്വയം പ്രഖ്യാപിത ബോയ് ഫ്രണ്ടായി അവളുടെ പുറകെ നടപ്പാണ്. ഇപ്പോഴും അതേ കാര്യം പറഞ്ഞാണ് അവൻ ഇവിടേക്ക് വരുന്നത്. അവനെ പറഞ്ഞു വിടാൻ അവൾ ആവുന്നത് നോക്കിയെങ്കിലും രക്ഷയുണ്ടായില്ല. അവൻ അന്ന് അങ്ങനെ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു. ആ ഒരു സമയം ഒരു പന്നിക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് രാത്രി യാങ് കിടന്നുറങ്ങുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ ബാൽക്കണിയിലേക്ക് ആ പന്നിക്കുട്ടിയെ എടുത്ത് മാറ്റുകയാണ് റൺ. അതാണെങ്കിൽ അടുത്ത ദിവസം നേരം വെളുത്ത് ബാൽക്കണിയുടെ വിൻഡോ തട്ടി സൂ സൗണ്ട് ഉണ്ടാക്കുമ്പോഴാണ് യാങ് അറിയുന്നത്. അവള് വേഗം ചെന്ന് ഡോറ് തുറന്നു കൊടുത്തിട്ട് നിങ്ങൾ എപ്പോഴും അവിടെ പോയെന്നൊക്കെ തിരക്കുമ്പോ കറക്റ്റായി അങ്ങോട്ടേക്ക് റണ്ണും ഇവിടെ തന്നെ താമസിക്കുന്ന യാങ്ങിന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൊളീഗുമായ മിയയും വരുന്നു. അവര് രണ്ടുപേരും ഇങ്ങനെ ഷർട്ടില്ലാതെ യാങ്ങിനോട് സംസാരിച്ചുകൊണ്ട് സൂ നിൽക്കുന്നത് കണ്ട് ആകെപ്പാടെ എന്തൊക്കെയോ തെറ്റിദ്ധരിക്കുന്നു. ഈ സമയം റണ്ണിന് കലിപ്പ് വരുന്നുണ്ട്. എന്റെ ഗേൾ ഫ്രണ്ടിനോട് ഇങ്ങനെ ഒരു കോലത്തിൽ വന്നു സംസാരിക്കാൻ താൻ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവളുടെ സിഒ ആണെന്ന് സൂ പരിചയപ്പെടുത്തുമ്പോൾ എന്ത് സിഒ ആണെങ്കിലും ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ കാര്യത്തിൽ ഭയങ്കര ഉത്തരവാദിത്വം ആണെന്നെല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്ത് ഉത്തരവാദിത്വം, പണ്ട് എപ്പോഴോ കൊച്ചിലെ വീട്ടുകാര് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചു തരാന്ന് പറഞ്ഞെന്നും പറഞ്ഞ് അതൊക്കെ എപ്പോഴും സീരിയസ് ആയിട്ട് കൊണ്ട് നടക്കുകയാണോ? ഇവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമേ നിങ്ങളോടില്ല, പിന്നെ നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണെന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ നമ്മുടെ കാര്യമൊക്കെ നീ എപ്പോഴും ഇയാളോട് പറഞ്ഞു കൊടുത്തെന്നെല്ലാം ഒന്നും മനസ്സിലാവാതെ റണ്ണും നിൽക്കാണ്. ഓഫീസിൽ ടൈമായി എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഓഫീസിലേക്ക് പോകുന്ന ശീലമുള്ള സൂ യാങ്ങിനെ തന്റെ പി എന്ന അധികാരത്തിൽ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ റൺ അതിലെ ഇടങ്കോലിടുന്നു. അങ്ങനെ അവൻ ഞാൻ നിങ്ങളുടെ കൂടെ ഓഫീസിലേക്ക് വരും, തന്റെ കൂടെ എന്റെ ഗേൾ ഫ്രണ്ടിനെ പറഞ്ഞു വിടാനൊന്നും എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ കൂടെ വണ്ടി ഓടിച്ച് പോവാണ്. ഇവനെ കൊണ്ട് ഓഫീസിൽ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് നേരിട്ട് ഓഫീസിൽ പോകാതെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായി ഒരു മനോഹരമായ വ്യൂ പോയിന്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഇവരെ രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോഴെല്ലാം കോളേജിൽ പഠിക്കുന്ന ടൈം തനിക്ക് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ തന്റെ ഈ അവസ്ഥ അറിഞ്ഞാൽ തന്നെ ഇങ്ങനെ കാണുമെന്ന് ആ ഒരു പേടി ഉള്ളിൽ ഉള്ളത് കൊണ്ട് മാത്രം സൂ അവോയ്ഡ് ചെയ്ത അവന്റെ എക്സ് ഗേൾ ഫ്രണ്ടായ ലീയെ പറ്റിയുള്ള ചിന്തയായിരുന്നു സൂവിന്റെ മനസ്സ് നിറയെ. ഇതേ ടീം ഒട്ടും തന്നെ താല്പര്യമില്ലാതെ തന്റെ ബോയ് ഫ്രണ്ട് എന്ന നാഴികയ്ക്ക് 40 വട്ടവും പറഞ്ഞുകൊണ്ട് നടക്കുന്ന റണ്ണിനെ ഒരുവിധം അവിടെ നിന്ന് യാങ് ഒഴിവാക്കി വിടുന്നുണ്ട്. പക്ഷെ പോകുന്ന പോക്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വന്ന അവരുടെ കാറിലാണ് തിരിച്ചു പോകുന്നത്. ഇവരെ കൂട്ടാതെ അവൻ അങ്ങനെ ആ പോക്ക് പോകുമ്പോൾ തിരിച്ചു പോകാൻ കാറിൽ അത് രണ്ടുപേരും റോഡിലൂടെ നടക്കുന്നുണ്ട്. മുഖവേ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചോണ്ട് നടന്ന ഒരാൾ നമുക്ക് ലിഫ്റ്റ് പോലും തരില്ല, ഒന്ന് ചിരിച്ചൂടെന്ന് അവൾ സൂവിന്റെ മുഖം നോക്കി ചോദിക്കുമ്പോഴേക്കും സമയം 6:30 മണിയായി. സൂ പന്നിക്കുട്ടിയായി മാറിയിട്ടുണ്ട്. ഇതാ ബെറ്റർ എന്നും പറഞ്ഞ് അവൾ അവനെ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഇവർ ഓഫീസിലേക്ക് പുറപ്പെട്ടു പോകുന്നു. ഓഫീസ് ഇപ്പോ ഭയങ്കര നഷ്ടത്തിലാണ് പൊക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഇത് പൂട്ടിക്കെട്ടേണ്ടി വരുമെന്നും പറഞ്ഞ് സൂ നല്ല സങ്കടപ്പെടുന്നുണ്ട്. കാരണം നഷ്ടമാണ് എന്നത് മാത്രമല്ല, അവന് അടുത്ത 2 മാസത്തിനുള്ളിൽ 27 വയസ്സാവും. 27 വയസ്സിനകം ട്രൂ ലവ് ആയ ഒരു പെൺകുട്ടിയെ കിസ് ചെയ്തില്ലെങ്കിൽ ഇപ്പോ 6:30 മണിക്ക് പന്നിക്കുട്ടിയായി നേരം വെളുക്കുമ്പോൾ മനുഷ്യനായി തിരിച്ചു മാറുന്ന അവന്റെ ശാപം പിന്നീട് പെർമനന്റ് ആയി അവനെ ഒരു പന്നിക്കുട്ടിയായി മാറ്റും. ആ പേടിയിലും കൂടി അവൻ പറയുമ്പോ കിസ് ചെയ്താൽ മതി, ശാപം മാറുമെങ്കിൽ ഞാൻ കിസ് തരാന്ന് പറഞ്ഞ് എടുപിടിയെന്ന് അവൾ അവനെ കിസ് ചെയ്യുന്നു. ആ സമയം എന്തേ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവന് 1-2 മിനിറ്റ് വേണ്ടി വന്നു. അതിനുശേഷം നീ എന്തിനാ എന്നെ കിസ് ചെയ്തേന്ന് അവളോട് ദേഷ്യപ്പെടുമ്പോ അത് കൊള്ളാം, ഇപ്പൊ സഹായിക്കാനായിട്ട് ഞാനൊരു കിസ് തന്നപ്പോ അതായോ പ്രശ്നമെന്ന് അവൾ തിരിച്ച് ദേഷ്യപ്പെടുന്ന ടീം. അതിനിവിടെ കിസ് അല്ലല്ലോ കാര്യം, ട്രൂ ലവ്. നിനക്ക് എന്നോട് ട്രൂ ലവ് ഉണ്ടോ? ഇല്ല. അപ്പോ അതില്ലാതെ എന്നോട് കിസ് ചെയ്തിട്ട് എന്താ കാര്യമെന്ന് അവൻ പറയുമ്പോഴാണ് അങ്ങനെയാണല്ലേ എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. എങ്കിലേ നമുക്കൊന്ന് പ്രേമിച്ചു നോക്കിയാലോ, എങ്ങാനും വർക്കൗട്ട് ആയാലും നിങ്ങളുടെ ശാപം മാറുമല്ലോ എന്ന് ഒരു സഹായം ചെയ്യുന്ന കണക്ക് യാങ് പറയുന്നു. കാരണം ഇവൻ നല്ല രീതിയിൽ ഇരുന്നാലേ ഈ കമ്പനിയും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. കമ്പനിയുടെ നാഥൻ തന്നെ അവനാണല്ലോ. അപ്പോൾ നാഥനില്ലാ കളരിയായി കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇതുപോലെ നഷ്ടത്തിൽ പോകുന്ന ഒരു കമ്പനി. അതുകൊണ്ട് ആ ഒരു രീതിയിൽ യാങ് പറയുമ്പോൾ അതൊരു നല്ല ഐഡിയ ആയി സൂവിന് തോന്നുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പ്രണയിക്കാനായി തീരുമാനിക്കുന്നു. പക്ഷെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല. നമുക്കൊരു ഡേറ്റിന് പോയാലോ എന്നവർ പ്ലാൻ ചെയ്ത് ഡേറ്റിന് പോകുന്നു. എന്ത് സംസാരിക്കണമെന്നറിയാതെ രണ്ടുപേരും നമുക്ക് പരസ്പരം എന്തെങ്കിലും സീക്രറ്റ്സ് പറഞ്ഞാലോ, അപ്പോൾ നമുക്കിടയിൽ ബോണ്ടിങ് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന യാങ് ഒരു സീക്രറ്റ് പറയുന്നു. മറ്റൊന്നുമല്ല, ഇടയ്ക്കൊരു ദിവസം ഓഫീസിൽ വെച്ച് സൂ അവളെ വല്ലാണ്ട് വഴക്ക് പറഞ്ഞപ്പോൾ കലിപ്പിൽ അവള് സൂവിന് കൊടുത്ത കോഫിയിൽ സോപ്പ് പൊടി നൈസായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നതും അതുകൊണ്ടാണ് അവനന്ന് ഫുള്ള് ബാത്റൂമിൽ വയറിളകിയിരുന്നതെന്നും അവനോട് തന്നെ അവനിട്ട് പണി കൊടുത്ത കാര്യം പറഞ്ഞ് അവള് ചിരിക്കുമ്പോൾ അവന് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാതെ ഇരിക്കുകയാണ്. എന്തായാലും പരസ്പരം ഇഷ്ടം തോന്നാനായിട്ടുള്ള ആ ഒരു ഡേറ്റിംഗ് സംസാരം ഐഡിയ ഒന്നും വർക്കൗട്ട് ആയില്ല എന്ന് രണ്ടുപേർക്കും ബോധ്യമാവുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് യാങ്ങിന്റെ താമസ സ്ഥലത്ത് ആകെപ്പാടെ ലീക്കും കാര്യങ്ങളും ഒക്കെ മഴ പെയ്ത ഉടനെ ചോർന്നൊലിച്ച് അവർക്ക് മറ്റൊരു നല്ല ഇടം താമസിക്കാനില്ലാത്ത അവസ്ഥയാകുമ്പോൾ യാങ്ങിനെ തന്റെ താമസ സ്ഥലത്തേക്ക് സൂ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. പക്ഷെ യാങ് ഒറ്റയ്ക്കല്ല വരുന്നത്, കൂട്ടത്തിൽ യാങ്ങിന്റെ ഫ്രണ്ടും അതായത് സൂവിന്റെ തന്നെ സ്റ്റാഫായ പെൺകുട്ടി മായിയും വരുന്നുണ്ട്. നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചെന്ന് താൻ വിളിക്കാതെ തന്നെ മായി ഇവിടെ വന്നിരിക്കുന്നത് കണ്ട് സൂ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാനും എന്റെ ഫ്രണ്ടും അടയും ചക്കരയാ, അവളെവിടെ പോയാലും ഞാനും കൂടെ പോകും, ഞങ്ങൾക്ക് അങ്ങനെ പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്നല്ല മായി പറയുമ്പോ ശരി ഇവിടെ നിന്നോ, പക്ഷെ നിങ്ങളെ കൊണ്ട് എനിക്ക് വല്ല
ശല്യം ഉണ്ടായാലും ചുമ്മാ ഇവിടെ ഞാൻ താമസിപ്പിക്കില്ല, വാടക മേടിപ്പിച്ചിട്ട് താമസിപ്പിക്കുമെന്നെല്ലാം സു അവരോട് പറയാണ്. അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് അടുത്ത ദിവസം ഇവർക്ക് കുറച്ച് ദൂരേക്ക് ഒരു യാത്രയുണ്ട്. ഫ്ലൈറ്റിലാണ് പോവേണ്ടത്. ബിസിനസ് ക്ലാസ്സിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി സു യാങ്ങിനോട് പറയുമ്പോൾ സാറിന് മാത്രം ബിസിനസ് ക്ലാസ്സും എനിക്ക് എക്കോണമി അല്ലേ നമ്മൾ ചോദിക്കുമ്പോൾ അല്ല, നമുക്ക് രണ്ടുപേർക്കും ബിസിനസ് ക്ലാസ് ആണെന്ന് അവൻ പറയുന്നു. അവൾ അങ്ങനെ അത് കേട്ട് വളരെ ഹാപ്പിയായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് ഫ്ലൈറ്റിൽ കയറാനായി പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് 2 ബിസിനസ് ക്ലാസ് പറഞ്ഞപ്പോൾ അവൾ 2 എക്കോണമിയാണ് ബുക്ക് ചെയ്തതെന്ന്. അവൻ ആകെ ടെൻഷൻ ആവുന്നു. കാരണം ബിസിനസ് ക്ലാസ് ആണെങ്കിൽ കുറച്ച് പ്രൈവസി ഉണ്ടല്ലോ, ഇവൻ പന്നിക്കുട്ടിയായി മാറുന്ന ഒരു സമയമൊക്കെ ഈസിയായി മാനേജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ എക്കോണമി ആകുമ്പോൾ എന്തും എപ്പോഴും ആര് വേണേലും കാണും എന്ന ഒരു പേടി അവനുണ്ട്. എന്തായാലും പേടിച്ച പോലെ തന്നെ 6:30 ആവുമ്പോൾ സു ഒരു പിഗായി മാറുന്നുണ്ട്. ആ ടീം പെട്ടെന്ന് അവൾ വേഗം തന്നെ തുണി കൊണ്ട് അവനെ കവർ ചെയ്ത് മടിയിലിരുത്തുന്നു. ഈ സമയം എയർ ഹോസ്റ്റേഴ്സ് ഒരു ഡൗട്ട് തോന്നി വന്ന് മാഡം പെറ്റ്സ് ഒന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞ് മാഡത്തിന്റെ പെറ്റിനെ തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പെറ്റോ എന്റെ കയ്യിലോ എവിടെയെന്ന് ചോദിച്ച് അവൾ ആ തുണി പൊക്കി കാണിക്കുമ്പോഴേക്കും അവിടെ ആ പിഗ് ഉണ്ടായിരുന്നില്ല. കാരണം നൈസായിട്ട് അവളുടെ ഡ്രസ്സിനകത്തേക്ക് അവൻ കയറി പോയിട്ടുണ്ടായിരുന്നു. അവൾ വലിയൊരു സ്കേർട്ട് ഇട്ടിരുന്നതുകൊണ്ട് ഒളിക്കാനും സ്ഥലം കിട്ടി. എന്തായാലും അന്ന് പിന്നീട് അവൻ ഹ്യൂമനായി മാറുന്ന ഒരു സമയമാകുമ്പോഴേക്കും അവൾ വേഗം വാഷ്റൂമിലേക്ക് പോവുകയും അവിടെ വെച്ച് അവൻ പിഗിൽ നിന്ന് വീണ്ടും മനുഷ്യനായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഇവരിവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള സ്ഥലത്തെത്തുന്നു. ആ മീറ്റിംഗിന് ഇരിക്കുന്ന സമയത്താണ് സു ആകെ ഷോക്ക് ആവുന്നത്. കാരണം അവന്റെ ആ ഒരു എക്സ് ഗേൾഫ്രണ്ട് ആയ ലീ അതേ സ്ഥലത്തുണ്ടായിരുന്നു. അവളും ഇവനിപ്പോ പാർട്ട്ണർഷിപ്പിന് വേണ്ടി എത്തിയിരിക്കുന്ന കമ്പനിയുടെ ഒരാൾ തന്നെയാണ്. തുടർന്ന് ആ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം മീറ്റിംഗിൽ പങ്കെടുക്കാനായി വന്നവർക്ക് വേണ്ടി ചെറിയൊരു പാർട്ടിക്ക് പോകാനായി മനോഹരമായി ഡ്രസ് ഇട്ട് യാങ് വരുമ്പോൾ സു അവളെ പ്രത്യേകം നോട്ടീസ് ചെയ്യുന്നു. ശേഷം രണ്ടുപേരും പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഡാൻസ് ഒക്കെ ചെയ്യുന്നതെല്ലാം വളരെ അസൂയോടെ ലീ നോക്കി കാണുന്നുണ്ടായിരുന്നു. ഹീൽസ് ഇട്ട് അങ്ങനെ ഡാൻസ് കളിച്ച ശീലമില്ലാത്ത യാങ് ഡാൻസിന്റെ ഇടയിൽ കാലൊന്ന് ഉളുക്കി വീഴുമ്പോ സു വളരെ കെയറോട് കൂടി അവളെ നോക്കുന്നത് കണ്ട് അസൂയ പിടിക്കുന്ന ലീ നേരെ അവന്റെ അടുത്തെത്തി ഈ പാട്ട് നമ്മുടെ കോളേജ് ടൈമിൽ നമ്മൾ ഡാൻസ് ചെയ്തതാ, നിനക്ക് ഓർമ്മയുണ്ടോ, നമുക്കിപ്പോ ഒന്ന് ഡാൻസ് കളിച്ചാലോ എന്നെല്ലാം അവനെ ക്ഷണിക്കുമ്പോൾ പോയിട്ട് വന്ന് പറഞ്ഞ് യാങ്ങും നിർബന്ധിച്ച് സുവിനെ ഡാൻസ് കളിക്കാനായി പറഞ്ഞു വിടുന്നു. അങ്ങനെ അവർ ഒന്നിച്ച് ഡാൻസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടീം വളരെ നിരാശയോടെ ഇഷ്ടക്കേടോടുകൂടി തന്നെ യാങ് നോക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഇവരുടെ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് സൂവിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ യാങ്ങിന്റെ അച്ഛനും അമ്മയും വന്നിരിപ്പുണ്ടായിരുന്നു. യാങ്ങിനെ അന്വേഷിച്ച് വന്ന സമയത്താണ് അവളിങ്ങനെ അവരുടെ ബോസിന്റെ കൂടെയാണ് താമസിക്കുന്നത് എന്ന കാര്യം അച്ഛനും അമ്മയും അറിഞ്ഞത്. അച്ഛനും അമ്മയും ഇങ്ങനെ താമസിച്ചത് ശരിയല്ല, നിങ്ങൾ ലിവിംഗ് ടുഗദറിലാണോ എന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുമ്പോൾ അങ്ങനെ ഒന്നുമില്ല, എന്റെ ബോസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുന്നു അത്രേ ഉള്ളൂ എന്നൊക്കെ അവള് പറയുന്നത് അച്ഛനും അമ്മയും വിശ്വസിക്കുന്നില്ല. ഇവരോട് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം അപ്പൊ നമ്മുടെ സൂവിനില്ല. കാരണം അപ്പോൾ 6:30 മണി ആകാറായിട്ടുണ്ടായിരുന്നു. അവൻ ഉടനെ പന്നിക്കുട്ടിയായി മാറും എന്ന കാര്യം കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടിപ്പോന്നു. ഈ സമയത്ത് അച്ഛനും അമ്മയും കിടന്ന് ബഹളം വെക്കുമ്പോൾ അവരെ സമാധാനിപ്പിക്കാനായി അച്ഛനും അമ്മയും വിചാരിക്കുന്ന പോലെ എനിക്ക് അദ്ദേഹത്തോട് പ്രണയമൊന്നുമില്ല, അച്ഛനും അമ്മയും പേടിക്കണ്ടെന്നൊക്കെ അവള് ചുമ്മാ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നുണ്ടെങ്കിലും ഇതകത്തെ മുറിയിലിരുന്ന് കേൾക്കുന്ന സൂവിന് വല്ലാത്ത സങ്കടം. ഇവരെന്തായാലും ഡേറ്റ് ചെയ്യാനായി തീരുമാനിച്ചവരാണല്ലോ. ആ സമയം ഇവളിങ്ങനെ പറഞ്ഞത് അവനെ വല്ലാതെ വിഷമിപ്പിച്ചത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഇവൻ അവളെ മൈൻഡ് ആക്കുന്നില്ല. ഇവന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, പക്ഷെ അത് എന്താണെന്ന് അവൾക്ക് പിടി കിട്ടുന്നില്ല. ഇവൻ സംസാരിക്കാനൊന്നും തയ്യാറാവാത്തതുകൊണ്ട് അവളും നല്ല സങ്കടത്തിലാണ്. ആ സമയത്താണ് മുന്നേ അവർ പങ്കെടുത്ത ആ ഒരു മീറ്റിംഗിന്റെ ബാക്കി മീറ്റിംഗ് ഇവരുടെ ഓഫീസിന്റെ അവിടെ വെച്ച് നടക്കുന്നത്. മീറ്റിംഗിൽ സ്വാഭാവികമായും ലീ പങ്കെടുക്കുന്നുണ്ടല്ലോ. അവിടെ വെച്ച് ലീയും സൂവും കണ്ട് സംസാരിക്കുന്നതും രണ്ടുപേരും ഷെയ്ക്കാൻഡ് കൊടുത്ത് കുശലം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെയൊക്കെ തോന്നുന്ന യാങ്ങിന് അത് ഭയങ്കര സങ്കടമാവുന്നു. ആകെ സങ്കടം വരുന്നവൾ ഈ കാര്യങ്ങൾ അവളുടെ ഫ്രണ്ടുമായി സംസാരിക്കുന്നു. എന്നെയാണോ അതോ ലീയെ ആണോ സൂവിന് ഇഷ്ടമെന്ന് ഒന്ന് കൺഫേം ആക്കുന്ന എങ്ങനെയാണെന്ന് യാങ് ചോദിക്കുമ്പോ നീ ഒരു കാര്യം ചെയ്യും, ലീയെ പോലെ ബിഹേവ് ചെയ്യും. ലീയെ ആണ് സൂവിന് ഇഷ്ടമെങ്കിൽ ആ ടീം അവൻ നിന്നോട് വിടും. ഇനി നീയെ തന്നെ ബിഹേവ് ചെയ്യുന്ന ടീം നിന്നോട് മിണ്ടുന്നെങ്കിൽ നിന്നെയാണ് ഇഷ്ടമെന്ന് കരുതാമെന്ന് പറയുന്നു. അവൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും നല്ലൊരു റിസൾട്ട്, അതായത് അവളെയാണോ ലീ ആണോ സൂവിന് ഇഷ്ടമെന്ന് വ്യക്തമാക്കുന്ന ഒരു രീതിയിലും പെരുമാറ്റം അവന്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. ആകെ അവൾ കൺഫ്യൂസ്ഡ് ആവുമ്പോ എന്തായാലും നീ നേരിട്ട് പുള്ളിക്കാരനോട് തന്നെ ചോദിക്കാനായി ഫ്രണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവൾ സൂവിനോട് കാര്യങ്ങൾ സംസാരിക്കാനായി ചെല്ലുന്നു. അവൻ വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കുന്നില്ല. ആക്ച്വലി അവൻ ഇവളോട് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ കുറച്ചിട്ട് വട്ട് കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അത് തുറന്നു പറയാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി നോക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇവളെ കമ്പനിയിൽ PA എന്ന പൊസിഷനേക്കാൾ കുറച്ചുകൂടെ നല്ല പൊസിഷനിലേക്ക് കൊണ്ടുവരാനായി ഒക്കെ അവൻ അവളെ ഇട്ട് നല്ല പണിയെടുപ്പിക്കുന്നു ഒക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും പ്രോജക്റ്റിന്റെ കാര്യം സംസാരിക്കാനായി ലീയെ കാണാനായി സൂ പോകുന്നു. അവൻ ആ കാര്യം അവൾക്ക് മെസ്സേജ് അയച്ചിട്ടാണ് പോകുന്നത്. അവൻ നോർമലായി പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കാൻ പോയ സമയം മീറ്റിംഗ് പറഞ്ഞുറപ്പിച്ച സ്ഥലം പെട്ടെന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് ലീ സൂവിനെ വിളിപ്പിക്കുന്നു. അവിടെ അവൻ എത്തിക്കഴിയുമ്പോൾ അവൾ പ്രോജക്റ്റിനെ പറ്റി അവൻ സംസാരിക്കുന്നതൊന്നും മുഖവിലക്ക് എടുക്കാതെ ഇവരുടെ പണ്ടത്തെ റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിച്ച് അവനെ സെഡ്യൂസ് ചെയ്യുന്ന കണക്ക് സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ഞാൻ ലീയെ കാണാനായി പോവുകയാണെന്ന് മെസ്സേജ് അയച്ച് സൂവിനെ കാണാനായി അവിടേക്ക് യാങ് എത്തുമ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത്. അവൾ ഇത് കണ്ട് വല്ലാണ്ട് തെറ്റിദ്ധരിച്ച് ഇവർക്കിടയിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള കലിപ്പിൽ അവിടെ നിന്ന് പോകുന്നു. ഓ ഇതെന്നെ
കാണിപ്പിക്കാനാണോ എന്നെ മെസ്സേജ് അയച്ച് ഇങ്ങോട്ടേക്ക് വരാനായി പറഞ്ഞത്? ഞാൻ എന്നെയാണോ അവളെയാണോ ഇഷ്ടമെന്ന് ചോദിച്ചതിന് ഇങ്ങനെയാണോ എനിക്ക് ഉത്തരം തരുന്നത് എന്നൊക്കെയാണ് അവൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. അന്ന് വീട്ടിലെത്തി വളരെ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുന്ന അവൾക്ക് തന്റെ അടുത്തേക്ക് സൂ വരുന്നതായും അവൻ അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നതായും അവളെ കിസ് ചെയ്യുന്നതായും ഒക്കെ തോന്നുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ എണ്ണിക്കുമ്പോൾ അവൾക്ക് അതൊക്കെ ഓർമ്മയുണ്ട്. ഷോ, ഇതൊക്കെ എന്റെ ഹാങ് ഓവർ ആയിരിക്കുമോ എന്ന് അവള് ചിന്തിച്ച് നേരെ ഓഫീസിലേക്ക് റെഡിയായി പോകുന്നു. പക്ഷെ അപ്പോഴും സൂവിന് ശരിക്കും ലിയെ തന്നെയാണ് ഇഷ്ടം എന്നതാണ് അവൾ മനസ്സിൽ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ അന്നാണ് ആ ഒരു പ്രോജക്റ്റ് ഇവർ ലോഞ്ച് ചെയ്യുന്ന ദിവസം. അതിന്റെ ഇവന്റിനായി സൂ പോയിരിക്കുന്ന സമയം സൂവിന്റെ ലൈഫിൽ തനിക്ക് സ്ഥാനമില്ല, അവന് ലിയാണ് ഇഷ്ടമെന്ന തെറ്റിദ്ധാരണയിൽ അവന്റെ വീട് വിട്ട് ഇറങ്ങാനായി യാങ് പ്ലാൻ ചെയ്യുന്നു. അവൾ അതിനായി അവളുടെ ഫ്രണ്ടിനോടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ആ ഒരു ഇവന്റിന് ശേഷം സൂവിനോട് സംസാരിക്കുന്ന ലീ ആ പഴയ ഇഷ്ടം പൊടിതട്ടി എടുക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ അവൻ അവളോട് ചോദിക്കുന്നത്, നിനക്ക് എന്നെ ഏത് സാഹചര്യത്തിലും ഇഷ്ടപ്പെടാൻ കഴിയുമോ? ഇൻ കേസ് ഞാൻ പന്നിയായി മാറിയാൽ പോലും നീ എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല, എനിക്ക് പന്നിയൊന്നും വളർത്താൻ നേരമില്ലെന്ന് അവൾ പറയുമ്പോൾ ഇനി ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന അവൻ, എന്റെ ലൈഫിൽ എന്റെ മനസ്സിലും നിനക്കിപ്പോ ഒരു സ്ഥാനമില്ല, എനിക്ക് യാങ്ങിനെയാണ് ഇഷ്ടമെന്ന് ലിയോട് തീർത്തു പറയുന്നു. ഇതൊന്നും അറിയാതെ അവന്റെ വീട് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും യാങ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നവൻ അവൾ വീട്ടിലില്ലെങ്കിലും എന്തായാലും നാളെ ഓഫീസിൽ വരുമ്പോൾ കണ്ട് സംസാരിച്ച് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാവല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം ഓഫീസിലേക്ക് എത്തുമ്പോൾ അവൻ ഓഫീസിൽ വരുന്നതിന് മുന്നേ അവൾ റെസിഗ്നേഷൻ ലെറ്ററിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് പോയത് എന്നത് മനസ്സിലാവുന്നു. അവൻ അവളെ പിന്നീട് അന്വേഷിക്കാൻ പല വഴികൾ നോക്കിയെങ്കിലും അവൾ ആ സിറ്റി വിട്ട് പോയിട്ടുണ്ട് എന്നത് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ അവൻ പിന്നീട് പിഗായി മാറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവൾ താമസിക്കുന്ന സിറ്റിയിലേക്ക് അവൻ ചെല്ലുന്നുണ്ട്. അവൾ ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഒരു പന്നിക്കുട്ടി. ഇത് സൂ പന്നിക്കുട്ടിയായി മാറിയതാണെന്ന് ചിന്തിച്ച് അവൾ അതിനെ പിടിക്കാനായി പോകുമ്പോഴേക്കും അത് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ അത് ഓടി വന്ന് നിൽക്കുന്നത് മനോഹരമായി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു സ്ഥലത്താണ്. അവിടെ അവൾ വരുമ്പോൾ പന്നിക്കുട്ടിയും ഒപ്പം തന്നെ സൂവിനെയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളല്ലേ ഈ പന്നിയായി മാറിയത്? നിങ്ങളുടെ ശാപം മാറിയോ? നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അല്ലെ കിസ് ചെയ്തപ്പോഴാണോ മാറിയത് എന്നൊക്കെ അവൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ എന്റെ ഗേൾ ഫ്രണ്ടും അല്ല, അവൾ എന്നെ കിസ് ചെയ്തിട്ടുമില്ല, മറിച്ച് എന്റെ ശാപം മാറാൻ കാരണം നീയാണെന്ന് പറഞ്ഞ് അവൾ അന്ന് ഡ്രിങ്ക്സ് അടിച്ചിരുന്ന സമയം അവൻ അടുത്തേക്ക് ചെന്നപ്പോൾ കിസ് ചെയ്തത് പറയുന്നു. അപ്പോഴാണ് ഓ അതിന്റെ സ്വപ്നമായിരുന്നില്ല അല്ലേ, അത് റിയൽ ആയിരുന്നു എന്നത് അവൾ മനസ്സിലാക്കുന്നത്. അവന് ഈ ശാപമുള്ള കാര്യം അറിഞ്ഞിട്ട് ട്രൂ ലവോട് കൂടി തന്നെയാണല്ലോ അവനോടുള്ള ഫീലിങ്സ് വെച്ച് അവൾ അപ്പോൾ കുശുമ്പ് പിടിച്ച് അവനെ കിസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെന്റിലെ അവന്റെ ശാപം മാറിയിട്ടുണ്ടായിരുന്നു. അവൾക്കും അപ്പോൾ തന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വെറും തെറ്റിദ്ധാരണയായിരുന്നു എന്നത് വ്യക്തമാവുന്നു. അങ്ങനെ എല്ലാ തെറ്റിദ്ധാരണകളും മാറി ശാപവും മാറ്റി രണ്ടുപേരും ഇവിടെ ഹാപ്പിയായി ഒന്നിച്ച് മുന്നോട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു മനോഹരമായ ഫീൽ ഗുഡ് ഫാന്റസി സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.